നിങ്ങളെന്താടാ പിന്നെ ഇങ്ങോട്ട്? ബൈക്കിൻ്റെ കീ ഇവിടെ വെച്ച് മറന്നു. ആണോ? ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. നിൻ്റെ റൂമിനകത്തുണ്ട്. ശരി എന്നാ പോട്ടെ. നമ്മളിങ്ങോട്ട് ഇറങ്ങിയ സമയം തൊട്ടേ തുടങ്ങി കാണുമല്ലേ ആ തള്ള പ്രാകാൻ. എന്തൊരു പ്രാക്കായിരുന്നടാ. ഇതിന് മാത്രം ഭക്ഷണമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചോ? നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഇതിലും ഭേദം നിന്റെ അമ്മയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കെങ്ങാനും ചാവി എടുക്കാൻ പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാറിപ്പോയല്ലേ. ഭാഗ്യം നീ കൂടെ. ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നീ വണ്ടി എടുക്ക്. കഴിച്ച ഭക്ഷണമൊക്കെ ഒറ്റയടിക്ക് ദഹിച്ചു. എടാ സോറി. മിണ്ടരുത്. കുമ്പിടി ക്യാഷ് കൊടുക്ക്. ഇന്നാ 500 രൂപയുണ്ട്. ഇന്നലെ നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ ക്യാഷ്. എടാ അത് വേണ്ട, ഇനി ഒന്നും പറയണ്ട. ലീവായിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. അതല്ല, ഇന്നലെ ഓർഡർ ചെയ്ത ഫുഡിന് 1700 ഇത് 500 ഉള്ളൂ. 1700 രൂപയ്ക്കൊക്കെ തിന്നാൻ മാത്രം നിങ്ങളുടെ വീട്ടിലുള്ളവർ വയറെവിടുന്നെങ്കിലും വാടകയ്ക്ക് എടുത്തായിരുന്നു. ശരി, ബാക്കി ക്യാഷ് ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നേക്കാം. ഇഷാൻ, എടാ അമ്മ ഇന്നലെ ആകെ ദേഷ്യത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നതാ. പെട്ടെന്നാ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു റൈഡിന് പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഇത്തിരി ലേറ്റായി. ആ ദേഷ്യം മുഴുവനാ നിങ്ങളോട് തീർത്തത്. റെയ്ഡോ? നിന്റെ അപ്പനെന്താ ജോലി? ഇൻസ്പെക്ടറോ? ഇൻസ്പെക്ടർ. അമ്മയ്ക്കും ചേച്ചിക്കും ആകെ വിഷമായി. ഇതേ എൻ്റെ ബാഗ് നിറയെ നമുക്ക് കഴിക്കാനുള്ള സ്നാക്സാ. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളെയും കൂട്ടി വീട്ടിൽ വരാനും പറഞ്ഞു. തവണത്തേക്ക് ക്ഷമിക്കാം അല്ലേ? ആ മക്കളെ, നിങ്ങൾ വന്നോ? ആ മക്കളെ എന്ന് വിളിച്ചതിന് മുൻപ് വേറെ വല്ലതും ഉണ്ടായിരുന്നോ? ഹെഡ്സെറ്റ് കുത്തിയോണ്ട് ഞാൻ ശരിക്കും കേട്ടില്ല. ഏയ് ഇല്ല, വാ. അമ്മ ഇന്നലെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. ഇന്ന് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചിക്കനും മട്ടനും ബീഫും എല്ലാം ഓരോ കിലോ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിക്കാനാ. ഇനി അതൊക്കെ പച്ചയ്ക്ക് തിന്നേണ്ടി വരുമോ? വേവിച്ച് കാണും. നീ ആ ഫോണിൽ നിന്ന് തലയെടുക്കോ? ആ ചേച്ചി ഇത് കുറേ നേരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ചോദിക്കുക. ചേച്ചി എന്ത് ചെയ്യുന്നു? എന്താ? ബാംഗ്ലൂരിൽ എന്തോ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് ജോലിയാ? ഞാനൊരു ഫാഷൻ ഡിസൈനറാ. നിങ്ങളുടെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നിങ്ങൾ കാനഡയിലായിരുന്നല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ചോദിച്ചില്ലല്ലോ. തൻ്റെ ഹെയർ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആണല്ലോ. ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നേ? പിന്നെ ഈ സ്കിൻ സോ കൂൾ. ഈ പഴയ ഹിന്ദി നടന്മാരെ പോലെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എന്തുകൊണ്ടോണ്ടിരിക്കുക? നീ പഠിക്കുകയാണോ? കാര്യം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്ന് വന്ന നിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പഴയ ഫ്രണ്ട്സിനെ പോലൊന്നും അല്ല. കാണാൻ അത്യാവശ്യം കൊള്ളാം, പിന്നെ നല്ല ക്യാരക്ടറാ. അതല്ലേ എനിക്ക് അവരെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. കാണുമ്പോൾ രണ്ടെണ്ണം ഭയങ്കര വഴക്കാ, പക്ഷെ തമ്മിൽ നല്ല സ്നേഹം. അവര് കമ്മിറ്റഡ് ആണോ? ഒരുത്ത കമ്മിറ്റഡാ. നകുൽ ഹൈറ്റ് പറഞ്ഞു. അപ്പോ മറ്റവൻ സിംഗിൾ ആണല്ലേ? എന്താണ്? എന്ത് മോ പഠിച്ചോ? ദേടാ പൂജേച്ചി, അങ്ങോട്ട് നോക്ക്. വിഘ്നേഷിന്റെ ചേച്ചി അല്ലേ ഇത്? ഇവരെന്താ ഇവിടെ? ഇനി അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കുമോ? അവനതിന് പോയില്ലേ? അവരുടെ വീട്ടിൽ വെച്ചല്ലേ ഫംഗ്ഷൻ. ചേച്ചി അറിയാതിരിക്കുമോ? എന്തായാലും പോയി ചോദിച്ചു നോക്കാം. ചേച്ചി വിഘ്നേഷിനെ നോക്കിയിരിക്കുവാണോ? അവൻ പോയി. അതെനിക്കറിയാം, ഞാൻ ഇവനെ കാണാൻ വന്നതാ. നീ വാ, നമുക്ക് സ്ഥലം വരെ പോണം. ഞാനോ? എന്തിന്? അതൊക്കെ പറയാം, നീ കേറ്. അല്ല, നീ എങ്ങോട്ടെങ്കിലും പോ. പോടാ പട്ടി, മനസാക്ഷി ഇല്ലാത്തവൻ. ഞാൻ ഇന്ന് ഈ ഉണക്ക ചപ്പാത്തി നിന്ന് കിടന്നുറങ്ങേണ്ടി വരുമോ? അവനിപ്പോൾ നല്ല കോളായിരിക്കും. ചേച്ചി മന്തി വല്ലതും വാങ്ങി കൊടുത്ത് കാണുമോ എന്തോ? എത്തിയല്ലോ. മുഖം കണ്ടാൽ അറിയാം. നല്ല ഫുഡായിരുന്നല്ലേ. ഏത് 5 സ്റ്റാർ ഹോട്ടലിലാടാ പോയേ? എന്നാലും നിനക്ക് എനിക്കൂടെ എന്തെങ്കിലും കൊണ്ടുവരായിരുന്നു. നീ എന്താ കഴിച്ചെന്നെങ്കിലും പറ. അത് ഓർത്തിട്ടെങ്കിലും എൻ്റെ വയറൊന്ന് സമാധാനിച്ചോട്ടെ. ആ പെണ്ണുമ്പിളിക്ക് പ്രാന്താടാ. അത് പറയാ അതിനെന്നെ കെട്ടണമെന്ന്. ഞാനതിനെ കെട്ടണമെന്ന്. ആദ്യം എന്നെ ഒരു കോഫി ഷോപ്പ് കൊണ്ടുപോയി. അവിടുന്ന് കോഫിയൊക്കെ വാങ്ങി തന്നു. എന്നിട്ട് പറയാ എന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ. എന്നെ പ്രാങ്ക് ചെയ്യാണെന്നോർത്ത് ഞാനൊന്ന് ചിരിച്ചു കൊടുത്ത് ആ കോഫി മൊത്തം കുടിച്ചു. പിന്നെ ഫംഗ്ഷൻ നടക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഏതോ അമ്മൂമ്മയുടെ ഷഷ്ടിപൂർത്തിയോ എന്തൊരു കുന്തം.
അവിടെ കൊണ്ടുപോയി അവിടെ നിന്നും കുറെ ആഹാരം തന്നു. അതും കഴിഞ്ഞ് ഏതൊക്കെയോ പെൺപിള്ളേർക്ക് ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സംഗതി അപ്പൊരു വശപ്പശക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ നൈസായിട്ട് അങ്ങ് മുങ്ങി. ഇതൊക്കെ വിഘ്നേഷ് അറിഞ്ഞോ? ഹേയ്, അവനോട് ഇത് വല്ലതും പറയാൻ പറ്റുമോ? നീ ടെൻഷൻ അടിക്കാതെ, നാളെ നമുക്ക് അവനോടൊന്ന് സംസാരിക്കാം. സംഗതി എന്താണെന്ന് അറിയണല്ലോ. ഈ സമയത്ത് നിന്നെ ആര് വിളിക്കാനാ? അറിയില്ല, അണ്ണൂർ നമ്പറാ. ഹലോ. എന്നോട് പറയാതെ മുങ്ങിയല്ലേ? അയ്യോ, അവന്റെ ചേച്ചിയാ. നീ സംസാരിക്കേ, ഞാൻ എന്ത് സംസാരിക്കാനാ? എനിക്ക് നാളെ ഒന്ന് കാണണം. ഇന്ന് ഈവനിങ് നമ്മൾ ഇരുന്നില്ലേ കോഫി ഷോപ്പ്, അവിടെ വന്നാൽ മതി. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? ഞാനിതിപ്പോ തന്നെ അവനെ വിളിച്ച് പറയാൻ പോവാ. വേണ്ട വേണ്ട, ഇനി ഇത് വല്ല തമാശയാണെങ്കിലോ? നാളെ ചേച്ചിക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് അവനോട് പറയാം. ഇഷാൻ എവിടെ? അവൻ വരില്ല. ചേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും അവൻ അത്ര കാര്യമാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരനിയന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കാം, ഇതൊക്കെ ഭയങ്കര മോശമാണ് ചേച്ചി. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരെങ്കിലും സ്വന്തം അനിയന്റെ ഫ്രണ്ടിനൊക്കെ ലൈൻ അടിക്കൂ? ഞങ്ങളെക്കാളും ജീവിത പരിചയമൊക്കെ ഉണ്ടല്ലോ. ചേച്ചി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. അവനാണെങ്കിൽ 17-18 വയസ്സിലെ പെൺപിള്ളേരും തപ്പിക്കൊണ്ട് നടക്കുക. അതിനിടയിൽ 25-26 വയസ്സുള്ള ചേച്ചി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പുറകെ നടന്നാ അത് ശരിയാകും. ഓ, അപ്പൊ എനിക്ക് പ്രായമുള്ളതാണ് പ്രശ്നം. യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതൊക്കെ ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഒന്ന് മോനെ നകുലേ, നീ നിന്റെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞേക്ക്, അവൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് 26 വയസ്സുള്ള ഈ പെണ്ണിനെ മാത്രമായിരിക്കുന്നു. ഈ പെണ്ണുമ്പിള്ള അവനെയും കൊണ്ടേ പോകൂ. പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ഇൻസ്റ്റയിലും വാട്സപ്പിലും ടെലഗ്രാമിലും ഗൂഗിൾ പേയിലും വരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഈ സമയം കളയാതെ ഇതൊക്കെ വിഘ്നേഷിനോട് പറയുന്നതായിരിക്കും നല്ലത്. നീ അവന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. പെങ്ങളായിരുന്നെങ്കിൽ നമ്മൾ ലൈൻ അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് 4 തെറി വിളിച്ചാൽ അവനൊരു ആശ്വാസം കിട്ടിയേനെ. ഇതിപ്പം സ്വന്തം ചേച്ചി ഇങ്ങോട്ട് വന്ന് ലൈൻ അടിക്കാനെന്ന് പറഞ്ഞാൽ അവന് നാണക്കേടല്ലേ? നീ അവന് നാണക്കേടാവുമെന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നു. എന്താണ് രണ്ടെണ്ണം രാവിലെ മുതലേ മാറിയിരുന്നൊരു കഥ പറച്ചിൽ? നമ്മളും കൂടി ഇവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ആഴ്ച മുതൽ ഇന്റേണൽ എക്സാം അല്ലേ? ഞങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് പോലും ഉള്ളോ? ടെക്സ്റ്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് നോട്ട്സും. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വാ, നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്താം. വീട്ടിലേക്കോ? വേണ്ട. അല്ല, അവിടെ അമ്മയും ചേച്ചിയും അച്ഛനൊക്കെ ഉള്ളതല്ലേ, വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ. നീ സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ അവളെന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തിനി? അവന്റെ ചേച്ചി പിന്നെ അവനല്ലാതെ നിന്നെ വിളിക്കണോന്ന്? വേണ്ട വേണ്ട, നിങ്ങളെ അന്വേഷിച്ചു. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരാനും പറഞ്ഞു. നിന്റെ ചേച്ചിക്ക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാമെന്നറിയില്ല. അവൾക്ക് +2 പഠിച്ചിരുന്ന സമയത്ത് ഒരു പയ്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ക്രിസ്ത്യാനി ചെക്കൻ, കാണാനൊക്കെ കൊള്ളാം, നല്ല വെളുത്ത് തൊടുത്ത് മസിലൊക്കെ ആയിട്ട് ക്ലീൻ ഷേവ് അടിച്ച്. ഷാഹിദ് കപൂർ ഇല്ലേ, ഹിന്ദി നടൻ, പുള്ളിയുടെ ഒരു സ്റ്റൈലാ. അവൾ കുറേ കാലം അവൻ്റെ പുറകെ നടന്നു. എനിക്കും പിന്നെ അവളുടെ കുറച്ച് ഫ്രണ്ട്സിനും മാത്രമേ ഇതൊക്കെ അറിയാവുള്ളൂ. ഒരു ദിവസം സമയം കിട്ടിയപ്പോൾ അവൾ പോയി കാര്യം പറഞ്ഞു. പക്ഷെ അവിടെയല്ലേ ട്വിസ്റ്റ്, അവൻ 10ലോ മറ്റു പഠിക്കുമായിരുന്നു. ചെറിയ ചെക്കനായിരുന്നു. അതോടുകൂടി ഫ്രണ്ട്സ് മൊത്തം കളിയാക്കാൻ തുടങ്ങി. 2 ദിവസം എങ്ങാനുമാ അവൾ സ്കൂളിൽ പോവാതിരുന്നേ. അതോടുകൂടി അവൾ ആ പരിപാടിയെ നിർത്തി. ഇനിയിപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് വല്ല മാറ്റം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ഏർപ്പാട് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാ. എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ല. അളിയാ, ഒരു വഴി കിട്ടി. നീ അവൻ പറഞ്ഞ ശ്രദ്ധിച്ചോ? ഹിന്ദിക്കാരൻ. അന്ന് നിന്നോട് ഇത് തന്നെ അവർ പറഞ്ഞേ. നീ ഒരു കാര്യം ചെയ്യ്, ഈ കോലൊക്കെ മാറ്റ്, എന്നിട്ട് നല്ല കട്ടത്താടി മീശയൊക്കെ ആയിട്ട് ഒരു കേരള തനിമയിലോട്ട് വാ. അതാവുമ്പോൾ അവർ തന്നെ നിർത്തി പോയിക്കോളൂ. അയ്യേ, മീശയും താടിയൊക്കെ എനിക്ക് സെറ്റാവുമോ? അത് ഒരു ദിവസം കൊണ്ട്. പിന്നെ ഇതൊക്കെ സിമ്പിളല്ലേ, കരടി നെയ്യ് വാങ്ങിക്കാൻ കിട്ടും. അത് തേച്ച ഒറ്റ ദിവസം കൊണ്ട് താടി വരും. എടാ പൊട്ടാ, 1-2 ആഴ്ച എടുത്ത് നീ സെറ്റാവ്. അതിനുശേഷം ആ പിശാച്ചിൻ്റെ മുന്നിലോട്ട് പോയാൽ മതി. ഇന്ന് മുതൽ കമ്പൈൻ സ്റ്റഡി ആണേ. ഞാൻ ഈവനിങ് വീട്ടിലേക്ക് വരാം. ശരി. ചേച്ചി. അയ്യോ, നിക്കടാ, ഞാനും വരുന്നു. നീ എന്തിനാണ് എൻ്റെ പുറകെ ഓടിയേ? എനിക്കറിയില്ല, നീ ഓടിയപ്പോൾ ഞാനും ഓടി. അവര് കണ്ട എന്തേലൊക്കെ വിളിച്ച് പറയും. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ അവൻ്റെ അടുത്തേക്ക് പോ, അല്ലെങ്കിൽ അവന് സംശയം പറഞ്ഞു വരുമ്പോൾ എല്ലാം ഉണ്ടാക്കിയ ഞാനാണെന്ന് തോന്നും. അവൻ്റെ ഗ്ലാമർ ഉണ്ടല്ലേ. തൽക്കാലം ഇതിനകത്തെങ്ങാനും കയറിയിരിക്കാം.
നീ എന്താ ഇതിനകത്ത്? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇനി ഞാനിതിനകത്ത് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് തല്ലാൻ വേണ്ടി കയറിയതാണ്. ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുള്ളത് കൊണ്ട് ഇതിനിപ്പം ഞാൻ മറുപടി പറയുന്നില്ല. ബൈ. സത്യമായിട്ട് അവൻ ഈ ഭാഗത്തോട്ട് വന്നില്ല. ഞാൻ ഓടുന്ന കണ്ടപ്പോ എന്താന്നറിയാ പുറകെ ഓടിയതാ. പക്ഷെ ഇവിടെ ഒന്നും അവന്റെ പൊടി പോലും കണ്ടില്ല. അല്ല, അവൻ ഈ സൈഡിലോട്ട് വരുന്ന ഞാൻ കണ്ടതാ. ദേ വരുന്ന അടുത്ത തലവേദന. ഓ, ഇതാ ചെകുത്താനും കടലിനും നടുവിൽ എന്ന് പറയുന്ന. എന്തോ പശക്കുണ്ടല്ലോ. വല്ലതും കട്ടോണ്ട് ഓടി കയറിയതാണോ? മിണ്ടാതിരുന്നോണം. സൗകര്യമില്ല. അയ്യോ, ആരോ വരുന്നു. നീ എന്തീ കാണിക്കുന്നേ? ഒച്ച വെക്കാതെ ഇങ്ങോട്ട് വരാൻ. അറ്റ്ലീസ്റ്റ് ആരാണെങ്കിലും പറഞ്ഞ കോപ്പറേറ്റ് ചെയ്യായിരുന്നു. ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കുക പ്ലീസ്. ചേടാ, ഇവനിതെവിടെ പോയി? അവന്റെ ഫോണാണല്ലോ. എനിക്ക് ഉറപ്പായിരുന്നു ഈ തെണ്ടി തന്നെ ആയിരിക്കും. നീ എന്താണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്? അത് നിന്നെ പിള്ളേച്ചൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങേരുടെ ഏതാ ബുക്കോ? ബുക്ക്. ബുക്കല്ല, റെക്കോർഡ്. ഞാൻ അത് അന്വേഷിക്കുമായിരുന്നു. ഈ തുരുമ്പ് പിടിച്ച അലമാരയ്ക്കുള്ളിൽ കയറിയിരുന്നിട്ട് കുന്തം പോയ കുടത്തിലും തപ്പണമാണല്ലോ. ആ തപ്പിയത് മതി, നീ വന്നേ. നീ വിട്ടോ, ഞാനത് എടുത്തിട്ട് വരുന്നുള്ളൂ. എടാ, സാധനം കിട്ടി. പുള്ളിയുടെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നോ? അങ്ങേർക്ക് 5 പൈസയുടെ കുറവുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചുമ്മാ അയാളുടെ വാക്കും കേട്ട് ഈ ആക്രിക്കട വന്ന് തിരയാൻ. അപ്പൊ പോണല്ലേ? പോട്ടെ. പോവാം. നീ ഒന്നെങ്കിൽ ആ കോൾ എടുക്ക്, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്ക്. എത്ര നേരം സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതും കൂടി ചേർത്ത് 137 മിസ്ഡ് കോളാ. നീ ആ പെണ്ണുപിള്ളയുടെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കല്ലേ. നിന്നെ കോളേജിൽ നിന്ന് മാറ്റിയത് ഞാനാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്തൊരു നോട്ടായിരുന്നെന്നറിയോ? യക്ഷികളെ പോലെ. ഇനി അവരായിരിക്കോ? കുമ്പിടി, എന്നെ നോക്കണ്ടളിയാ. ഇനി കൈ കിട്ടിയാ അവരെന്നെ കൊല്ലും. നീ ആയിരുന്നോ? എന്ത് ഈ സമയത്ത്? നല്ല ബെസ്റ്റ് ആൾക്കാരാ. പഠിത്തം എൻ്റെ മാത്രം ആവശ്യമാണല്ലേ? ഓ, ഞാൻ മറന്നുപോയി. കയറി വാ. അവനെവിടെ പോയി? കുമ്പിടി. ഇവനെന്താ ഇവിടെ ഇരിക്കുന്നേ? ചുമ്മാ കാറ്റ് വെള്ളാൻ. ഞാൻ കുറേ ആയി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവൻ എന്തിനെല്ലാവരും കുമ്പിടി എന്ന് വിളിക്കുന്നത്? അവൻ ഒരേ സമയം എൻ്റെ കൂടെയും പിന്നെ അവളുടെ കൂടെയും കറങ്ങി നടക്കുന്നത് കണ്ടവരുണ്ട്. അതെങ്ങനെയാണെന്ന് ഇതുവരെ എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. നിന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മുങ്ങുന്നതാവും. നിനക്കും അത് നല്ല ശീലമാണല്ലോ. ഇന്ന് കോളേജിൽ നിന്ന് നീ അങ്ങോട്ടാ പോയേ? അത് ഞാൻ മുങ്ങിയതല്ല, മുള്ളാൻ വേണ്ടിയിട്ട്. ചേച്ചി നിങ്ങളെ കാണണമെന്ന് വിചാരിച്ച് തന്നെ കോളേജിലോട്ട് വന്നേ. അപ്പോഴേക്കും മുങ്ങിയില്ലേ? എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാനിരുന്നതാ. പിന്നെ രാത്രി ആയതുകൊണ്ട് അമ്മ വിട്ടില്ല. നന്നായി. അത് ഈ കുപ്പിയും പാട്ടയൊക്കെ ആകുമ്പോൾ ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? അച്ഛൻ അറിഞ്ഞില്ലേ? ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരും ആയിരിക്കുന്നു. അയ്യോ, അപ്പൊ അമ്മ എഴുന്നേറ്റോ? ഏയ്, അവളെ ഇനി വല്ല കള്ളന്മാരെടുത്തോണ്ട് പോയാലും അറിയില്ല. നീ വീണ്ടും വല്ല സ്വപ്നം കണ്ടോ? ഇന്നെന്തായിരുന്നു? ട്രാജഡിയോ അതോ റൊമാൻസോ? റൊമാൻസ്. അവളെന്റെ തൊട്ടു മുന്നിലായിരുന്നു. ഫേസ് ടു ഫേസ്, ഐ ടു ഐ. ആ കണ്ണൊന്ന് കാണണം വച്ചാ ചില പളങ്ക് ഗോലിയില്ലേ, അതുപോലെ ഇരിക്കും. ഇടയ്ക്ക് മുഖമൊക്കെ മറിച്ച് ആ കണ്ണ് മാത്രം ഇങ്ങനെ കാണുമ്പോ എന്റെ പൊന്ന് സാറേ അല്ലേ? നീ എന്നാ ഇതൊക്കെ അവനോട് പറയാൻ പോകുന്നേ? ആഗ്രഹമില്ലാത്തോണ്ടാണോ? ഫ്രണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും തമാശ പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് പറയായിരുന്നു. പക്ഷെ ഞാൻ അവന്റെ ശത്രുവായി പോയില്ലേ. എല്ലാം ശരിയാവും. പക്ഷെ അതിനു വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ചോണ്ടിരുന്ന നാളത്തെ ഇന്റർണൽ എക്സാം കൊളാവും. നീ പോയി കിടക്കാൻ നോക്ക്. ഇവൻ ഈ ഇടയായി പല്ലടിച്ചോണ്ടുള്ള ഈ ചിരി കുറച്ച് കൂടുന്നുണ്ട്. 2 കൊടുക്കാനുള്ള സമയമായി. ഇപ്പൊ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം എന്റെ തലയ്ക്കകത്തുണ്ട്. ഇനി അതുകൂടി എനിക്കിപ്പോ വയ്യ. എല്ലാരും ബുക്കൊക്കെ മാറ്റി വെച്ച് പെന്നും പേപ്പറും എടുത്തോ. 1.5 മണിക്കൂർ എക്സാം.
കറക്റ്റ് ടൈമിൽ ഞാൻ പേപ്പർ വാങ്ങിക്കും. തുടങ്ങിക്കോ. ഗുഡ് മോർണിംഗ്. നീ എന്താണ് ഇങ്ങനെ വിളിച്ചു നോക്കുന്നേ? ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടാൻ പോവാ. അച്ഛനും അമ്മയും ഗുരുവായൂർ പോയിരിക്കുക. അവരുണ്ടെങ്കിൽ സമ്മതിക്കില്ല. ഇത് ചേച്ചിയുടെ ഐഡിയ. ഇവിടെയോ? അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോകാനുണ്ട്. അല്ലേടാ? ഓ, അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. മനസ്സിലായി. നിങ്ങളോട് ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത് ശരിയല്ല. ഞങ്ങൾ പോയിക്കോളാം. ഏയ് വേണ്ട വേണ്ട, നമുക്കിന്ന് ഇവിടെ കൂടാം. നീയല്ലേ പറഞ്ഞു ഇവിടെ ഭയങ്കര അടിപൊളിയാണെന്ന്? എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ട്. ഇനി കുപ്പിയൊന്നും ഇല്ലാത്തോണ്ടാണോ? നിങ്ങൾ വേണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ അടിച്ചോട്ടോ, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഇനി നിന്നെ കുടിപ്പിച്ച് കിടത്തി പീഡിപ്പിക്കാനായിരിക്കും പ്ലാൻ? പോടാ, അങ്ങനെയൊക്കെ ചെയ്യൂ? പറയാൻ പറ്റില്ല. ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നല്ലേ. നീ ഇതൊക്കെ എന്തിനാ ബാംഗ്ലൂരിന്റെ തലയിൽ എടുത്തു വെക്കുന്നേ? നാട്ടു നടപ്പ് അങ്ങനെ വീണ്ടും തുടങ്ങി അവന്മാരുടെ ഒരു രഹസ്യം. രഹസ്യമല്ല, ഞങ്ങള് വെള്ളാടി നിർത്തിയെന്ന് പറയായിരുന്നു. അങ്ങനെ ഒറ്റയടിക്ക് നിർത്തണ്ട. ക്യാഷ് ഇല്ലാത്തോണ്ടാണെങ്കിൽ ഞാൻ തരാം. ചേച്ചി, ഇതാദ്യം പറയണ്ടേ? കുപ്പി ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്ക് ഉറപ്പായിരുന്നു തെണ്ടി കാല് വാരുന്നു. ചേച്ചി ഒന്ന് നിന്നേ. ശരിക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് എക്സാം ആണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്. എന്ന് വെച്ചുമോ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ഇവിടെ വരെ കയറി വരാൻ പറ്റുമെന്ന്? ചേച്ചിയെ ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. എനിക്ക് ചേച്ചിനെ സ്നേഹിക്കാനോ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പുറകെയുള്ള നടത്തൊന്ന് നിർത്തണം. എടാ ചെക്ക, നീയും നിർത്തിക്കോ. ഒന്നുമില്ലല്ലോ, എന്റെ കയ്യിലെ കാശിനല്ലേ വെള്ളം അടിച്ചേ. അതുകൊണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിനക്ക് എന്താടാ എന്നെ കിട്ടുക? ഇതുപോലെ ഇടയ്ക്ക് വെള്ളം അടിക്കാൻ കാശ് തരാം. ഇനി നിനക്ക് ഷോപ്പിങ്ങിനോ പുറത്തു പോകാനോ എന്തിനു വേണേലും ഞാൻ കാശ് തരാം. നിങ്ങൾക്ക് എന്താ തീരെ ബോധമില്ലേ? ഈ കാശ് കൊടുത്തൊക്കെ ഇങ്ങനെ പ്രേമം ഉണ്ടാക്കുന്നേ? അവിടെ വെള്ളം അടിച്ച് ബോധം കെട്ടി കിടക്കുന്ന നിങ്ങളുടെ അനിയനുണ്ടല്ലോ, അവന് ഒരാളെ വിചാരിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ. നിന്നേക്കാളും പ്രായം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഒരുപാട് പയ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് നിന്നെയാ. അതുകൊണ്ട് ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ പുറകെ ഒന്നും മാറില്ല. ഗുഡ് നൈറ്റ്. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? എന്നെ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിത്താടാ. നീ കരയല്ലേ, പഴി ഉണ്ടാക്കാം. ഇന്നലെ ഒട്ടും ഉറങ്ങില്ലെന്ന് തോന്നുന്നു. ചേച്ചി, ഇനി ഞങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല. ഇവന് ചേച്ചി ഇഷ്ടപ്പെടാൻ പറ്റില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു? ഇന്നലെ തന്ന കാശിന് ഫുള്ള് മേടിച്ച് അത് ഇന്നലെ തന്നെ അടിച്ച് തീർത്തല്ലോ. ഇന്ന് ഞാനൊരു കട്ടൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, ഇവന് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടം. ഞാൻ ഊഹിച്ചു ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ബിക്കുവിനോട് ഞാനെല്ലാം ചോദിച്ചതിന് ശേഷം ഇവന്റെ പുറകെ കൂടിയേ. ഇതിനിടയിൽ വിക്കു ഒക്കെ എവിടുന്ന് വന്നു? വിഘ്നേഷ്, അവനെ ഞാൻ അങ്ങനെ വിളിക്കാറ്. ആ വിക്കനെ വേണം ആദ്യം തല്ലിക്കൊല്ല. ഇനിയിപ്പോ എന്ത് പറയും? ഇത് ഞങ്ങൾ അവനോട് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി അറിയാത്തെ. അവൻ അറിയിക്കാതെ പ്രേമിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവന്റെ പെണ്ണിനെ ആയിരിക്കണം നീ പ്രേമിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ പെങ്ങളെ ആയിരിക്കണം. എന്റെ അറിവിലാണ് കുളപ്പുറപ്പായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പെണ്ണ്, അത് അവന് ഇതുവരെ സെറ്റായിട്ടില്ല. അതിന് പെണ്ണിനെ തന്നെ പ്രേമിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവൻ പ്രേമിക്കുന്നതേ പെണ്ണിനെയല്ല, ആണിനെയാ. മിണ്ടാതിരിക്കേ. അയ്യോ സീരിയസ്? യെസ്, ഇത് എനിക്കും ഇവനും ഇവന്റെ ബോയ്ഫ്രണ്ടിന് മാത്രമേ അറിയൂ. വേറെ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി വിഘ്നേഷ് ഇതൊക്കെ അറിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചാലോ? അതാ സമയമായിട്ട് പറയാന്ന് വിചാരിച്ചേ. ചേച്ചിയായിട്ട് അവനോട് പറയില്ലല്ലോ അല്ലേ? എടാ വൃത്തികെട്ട, നീ എന്തൊക്കെയാടാ വിളിച്ചു പറഞ്ഞേ? നീ ഒന്ന് ചുമ്മാ ഇരിക്കേ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അവരൊരു അക്ഷരം വേണ്ടാതെ പോയില്ലേ? ഇതോടുകൂടി ആ ശല്യം തീർന്നോളും. ചേച്ചിക്ക് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഏകദേശം വ്യക്തമായല്ലോ. ഇനി ഇവനെ വിളിച്ച് ശല്യപ്പെടുത്തില്ലായിരിക്കും അല്ലേ? എന്നെ കണ്ടിട്ടൊരു മണ്ടായിട്ട് തോന്നുന്നുണ്ടോ? നീ ആ പറഞ്ഞ പച്ചക്കള്ളമൊക്കെ വെള്ളം തൊടാതെ ഞാനിന്ന് വിഴുങ്ങി വിചാരിച്ചോ? കള്ളം പറഞ്ഞെന്നോ? അതും ഞാനോ? എത്ര കഷ്ടപ്പെട്ട് എത്ര വലിയൊരു കള്ളം പറഞ്ഞെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്താ? ഒന്നുമില്ല. ഇനിയിപ്പോ ചേച്ചിനെ വിശ്വസിപ്പിക്കാൻ അവനെ മുന്നിൽ കൊണ്ടു നിർത്തണോ? ആ വേണം. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അതിനെന്താ, കാണിക്കാലോ. ഇന്ന് ഈവനിങ് ചേച്ചി കോളേജിലേക്ക് വന്നാൽ മതി. ആ പിന്നെ ഇതൊന്നും വിൽക്കും അറിയരുതെന്നല്ലേ?
മനസ്സിലായി. ഇനി ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കാൻ നീ ആളെ കൊണ്ടുവരുമല്ലേ? പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ? അല്ല, നിനക്ക് വേണ്ടി അഭിനയിക്കാൻ ഇനി മോഹൻലാൽ വരും. ആ അയ്യച്ചിലൊരുത്തനുണ്ട്, രാധാകൃഷ്ണൻ. ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്താ അവൻ വരും. തൽക്കാലം അത് മതി. ഇന്ന് റെഡിയാവും, പോവാൻ നോക്കാം. ചായ കുടിക്കാൻ പോയാലോ? അത് ഞങ്ങൾക്ക് ഈവനിങ് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. ഓ, എന്നാൽ ശരി, ഞാൻ പോവാം. എടാ, അവന് ഫെയിലായെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് നമ്മൾ അവനെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് അവനും മനസ്സിലായി. ഓ, ഇപ്പം പ്രശ്നം അതല്ലല്ലോ. ഇതൊന്ന് സോൾവ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അവൻ്റെ തീർക്കാം. വൈകിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ? എനിക്ക് പോണം. രാധേ, ഒരു 5 മിനിറ്റ്. എടാ, എനിക്കെന്തോ ഇതൊന്നും ശരിയാവില്ലെന്ന് തോന്നുന്നു. നമുക്ക് വേറെ വല്ല ഐഡിയയും. മിണ്ടാതിരുന്നോണം. ദേ അവർ വരുന്നുണ്ട്. രാധേ, നീ ഇവിടെ തന്നെ നിന്നാ മതി. ചേച്ചിയെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. പറഞ്ഞു പഠിപ്പിച്ചതെല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച സ്ഥിതിക്ക് ചേച്ചിക്ക് അവനെ കാണണമെന്ന് നിർബന്ധമാണോ? ആണ്. നീയാണോടാ രാധാകൃഷ്ണൻ? അതെ. നിനക്കിവനറിയോ? അത് സീനിയേഴ്സ് പറഞ്ഞത് കൊണ്ടാ ഞാൻ ഈ പയ്യന്റെ ബാഗിനകത്ത് ലവ് ലെറ്റർ വെച്ചത്. ഓഹോ, നീ നടക്ക്, നമുക്ക് ആ സീനിയേഴ്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ, ഇപ്പോഴോ? ഒരു 10 മിനിറ്റ്, ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നോളാം. നിന്റെ സമയത്തിന് ഞങ്ങൾ നിൽക്കണോ അല്ലേ? വന്നേ. എടാ, മിണ്ടല്ലേ, അമ്മയെ വിളിക്കുന്നേ. ഹലോ, നീ എവിടെ പോയി കിടക്കുവാടാ? സമയം എത്രയായി? അമ്മ ഞാൻ വരാം, ഒരു അത്യാവശ്യ കാര്യത്തിലാ. എന്തത്യാവശ്യം? നീ അവനുമായിട്ട് വീണ്ടും തല്ലു പിടിക്കാൻ പോയതാണോ? അയ്യോ അല്ല, നിന്നെ നാണിക്കാതെ മോൻ വന്നേ. എന്താടാ അവിടെ ഒരു ശബ്ദം? അതാ അവിനാശ. ഒന്ന് മാറിന്നേ. ഇവന്റെ ബോയ് ഫ്രണ്ട് കുറച്ച് സ്ട്രിക്റ്റാ. ചേച്ചി പുറകെ നടക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ കുറെ ദേഷ്യപ്പെട്ടു. ഇനിയിപ്പൊ കാണും കൂടിയും ചെയ്താ എന്താവോ എന്തോ. നീ എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും കാര്യമില്ല. ഞാൻ അവനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടേ പോകൂ. ഓഹോ, അപ്പൊ അത്രയ്ക്ക് നിർബന്ധമാണല്ലേ? ആ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്ത് വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നില്ലേ, അതാണ് ഇവന്റെ ബോയ് ഫ്രണ്ട്. അതല്ല. അത് തന്നെ. എടാ, അതല്ല. ദേ, ബിരിയാണിയുടെ കാശ് എടുക്കുന്ന ഞാനോ? പടിക്കലിട്ട് കലടച്ചാലുണ്ടല്ലോ. എടാ, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. അവനെന്താ അവിടെ? എനിക്കെങ്ങനെ അറിയാം? ഇവരിതെവിടെ പോയി? അയ്യോ, ആ പെണ്ണുപിള്ളത് അങ്ങോട്ട് പോകുന്നു. എടാ, വാ. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ ഇവന്റെ ബോയ് ഫ്രണ്ട്? അല്ല, ബോയ് ഫ്രണ്ട്. ചേച്ചി, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അതെ. എത്ര നാളായി ഈ പ്രേമൊക്കെ തുടങ്ങിയിട്ട്? അത് ഒരു 3 കൊല്ലമായി കാണും അല്ലേ? എനിക്ക് തൊട്ട് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല. സത്യം പറഞ്ഞോളാം, നിങ്ങളിതെല്ലാം പ്ലാൻ ചെയ്തതല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയും പ്ലാനിങ് ആണെന്ന് തോന്നുന്നെങ്കിൽ ഒരു തവണ കൂടി കൺവിൻസ് ചെയ്യാം.